പ്ലാന്റിന്റെ പേര്? വേലിപ്പരുത്തി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മൾ പണ്ടത്തെ നാടൻ പൂ തന്നെയല്ലേ? നാടൻ പൂ തന്നെ. അതിന്റെ മിനിയേച്ചർ ആണ്. പിന്നെ ഹൈബ്രിഡും എല്ലാം ഉണ്ടല്ലോ. ഇത് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കിടന്ന ഒരു വീടിന്റെ മുറ്റം സ്വർഗ പൂങ്കാവനമാക്കി എടുക്കുന്ന ഒരു കിടിലം വീഡിയോ ആണ്. അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മുടെ വീടിന്റെ മുറ്റം ഒരുക്കുന്നതിനെ കുറിച്ചുള്ള. നമസ്കാരം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്താണ്, ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി എന്താണ്, അതിൻ്റെ ആ ഒരു അത്ഭുതം എന്താണെന്ന് കാണിച്ചുള്ള എപ്പിസോഡ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു നെക്സ്റ്റ് ഒരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കിടുക്കാച്ചി ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പും അതേപോലെ തന്നെ പരിസരങ്ങളും എല്ലാം കാണിക്കാനാണ്. നമ്മുടെ സ്വന്തം വേണു ബ്രോ ഉണ്ട്. ലാൻഡ്സ്കേപ്പ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ക്വാളിറ്റി ആയിട്ട് സർവീസ് ആയിട്ട്, അത് നമ്മൾ ഈ വന്ന വീഡിയോസിൽ ഓരോ കസ്റ്റമറുടെയും ആ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ നോയലിൻ്റെ വീടാണല്ലേ. നോയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അനിയൻ്റെ വീഡിയോ ചെയ്ത, ഇതിപ്പോൾ നമ്മളെ ചേട്ടൻ്റെ വീഡിയോ തൊട്ട് മുകളിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത വീട് തോണ്ടേ അവിടെയാണ്. നമ്മൾ കുറേ ഫ്രൂട്ടുകളൊക്കെ നമ്മൾ സാറ് പരിചയപ്പെടുത്തി തന്നില്ല, അതെല്ലാം വെച്ചിട്ട് ചെയ്ത വീട് അവിടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് നോയലിൻ്റെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഇവിടെ നിന്ന് തന്നെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സീബ്ര സ്റ്റോൺ ആണ്. കാരണം ഇവിടെ നമ്മൾ വേണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വെച്ചിട്ട് ബ്രോ എനിക്ക് പറഞ്ഞു തന്നെ സീബ്ര സ്റ്റോൺ അല്ലേ. ഈ സ്റ്റോൺ സീബ്ര സ്റ്റോൺ ആണ്. ഇത് ഗ്രിപ്പ് ഉണ്ട്, വണ്ടി ഇറങ്ങി എത്ര നമുക്ക് ഏത് കയറ്റം എവിടെ നമുക്ക് വണ്ടി കയറാത്തടുത്ത് നമുക്ക് കയറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സീബ്ര സ്റ്റോൺ. നമ്മുടെ വെള്ളമായിട്ട് ഇപ്പൊ മഴ പെയ്ത് കിടന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് ആവുക ഒന്നുമില്ല. നമ്മൾ ചെരുപ്പില്ലാതെ നടന്നാൽ പോലും നമുക്ക് സ്ലിപ്പ് വരത്തില്ല. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഗ്രൂവും കാര്യങ്ങളും ആ ഒരു ഈ പറയുന്നത് പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മുകളിലെ പാവ് ചെയ്യുന്നത് പോലുള്ള സംഭവമല്ല വന്നിരിക്കുന്നത്. അല്ല, ഇതിപ്പോ വഴി മാത്രം ചെയ്തേക്കുന്ന, ബാക്കിയുള്ള ഫ്ലൈവുഡ് കല്ല വരുന്നത് ബാംഗ്ലൂർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന പ്ലാന്റ് എല്ലാം ഫുള്ള് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മുകൾ വശത്തെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കാൻ വേണ്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതായി. ഇതൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എപ്പോഴും പോയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. ഇത് വെയിലുള്ള സമയത്താണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. എന്നാലും ഓൾ സീസൺ പൂ ഉണ്ടാവും. ഇതെന്താ ഈ പ്ലാന്റിന്റെ പേര്? വേലിപ്പരുത്തി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മൾ പണ്ടത്തെ പണ്ടത്തെ നാടൻ പൂ തന്നെയല്ലേ? നാടൻ പൂ തന്നെ. അതിന്റെ മിനിയേച്ചർ ആണ്. പിന്നെ ഹൈബ്രിഡും എല്ലാം ഉണ്ടല്ലോ. ഇത് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും പൂ കിട്ടുന്നത്. നോർമലി ഉള്ള പൂ വരത്തില്ല. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വളം കൊടുക്കേണ്ട. വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നല്ലപോലെ പൂ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ലിപ്പറിയോ കാര്യമോ ഇവിടെ നടക്കാൻ തന്നെ നമുക്ക് ഗ്രിപ്പ് ഉണ്ടല്ലേ. പിന്നെ ഭയങ്കര ഗ്രിപ്പ് അല്ലേ. നല്ല സാധാരണ നമ്മളൊരു തേരി കയറി ഇപ്പൊ എനിക്ക് ബാക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നത്തെ എടുക്കത്തൊന്നുമില്ല, നല്ല സുഖമായിട്ട് കയറാം. അതേപോലെ ഗേറ്റ് എല്ലാം ഇലക്ട്രോണിക് ഗേറ്റാണ്, ഓട്ടോമാറ്റിക് ഗേറ്റാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ നോയലിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഈ പറയുന്ന ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ഇറിഗേഷനും ആപ്ലിക്കേഷൻ വഴിയാണ്. ഇപ്പോൾ ഒരു ഫോണിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സറൗണ്ടിങ്സിലുള്ള ഫുള്ള് ലൈറ്റ് നമുക്ക് ഓഫാക്കാൻ പറ്റും. ഫോണിലെ ഗൂഗിൾ ഹോം വഴി ഇവിടെ നമ്മുടെ സംഭവം നമ്മുടെ നോയൽ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇതിങ്ങ് മുകൾ വശം വരെ നമുക്ക് ഈ പറയുന്നത് പോലെ സീബ്ര സ്റ്റോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ വരെ നമ്മുടെ കയറ്റത്തിൻ്റെ കംപ്ലീറ്റ് സീബ്ര സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പിന്നെ അടുത്ത സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പം മനോഹരമായിട്ടുള്ളൊരു വീട്. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വീടിനെക്കാളും കൂടുതൽ ലാൻഡ്സ്കേപ്പിലാണ് ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഭയങ്കര വലിയ സാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലെവലിലുള്ളൊരു. തീർച്ചയായിട്ടും നമുക്ക് ലാൻഡ്സ്കേപ്പ് നമുക്ക് വിട്ടു തന്നേക്കുമായിരുന്നു. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തൊരു വീടായത്. നമ്മൾ പല വീടുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്ത വീടാണ് ഈ രണ്ട് വീടുകൾ. നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം. ഇത്രയും സ്വാതന്ത്ര്യം നമുക്ക് ഒരു വീടുകളിലും കിട്ടിയിട്ടില്ല അല്ലേ. ഓക്കെ. അപ്പം അത്രയും നല്ല സപ്പോർട്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പറയുന്നത് പോലെ സ്റ്റോൺസ് ലേ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോൺ ലേ ചെയ്തതിൻ്റെ കൂടെ ഇത് നമ്മുടെ ഇതല്ലേ, നമ്മുടെ നോയലിൻ്റെ പപ്പയെ നമുക്ക് പരിചയപ്പെടാം. സാർ നമസ്കാരം. ഹലോ. നമ്മുടെ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് അജി കരിങ്കുറ്റിക്കൽ എന്നാണല്ലേ. ഓക്കെ. സാറ് വന്നപ്പോഴത്തേക്ക് സാറിൻ്റെ കുറച്ച് ഗസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് അവർക്കൊരാഗ്രഹം നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇരുന്നിട്ട് കോഫി കുടിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാർ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടതല്ലേ? അതെ, നമ്മുടെ ചെങ്ങന്നൂർ സബ് റീജിയൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ മെഴുവേലി YMCA. അപ്പോൾ അവിടെ വിസിറ്റ് കഴിഞ്ഞിട്ട് അവിടുത്തെ ഭാരവാഹികളെല്ലാം കൂടെ ഇവിടെ ഇരുന്ന് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പിരിഞ്ഞാണ്. പക്ഷേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും കോഫി കുടിക്കാൻ തോന്നുന്ന ആ ഒരു
അറ്റ്മോസ്ഫിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 സ്റ്റാർ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും ഇത്രയും ഒരു ആംബിയൻസ് കാര്യങ്ങൾ കിട്ടത്തില്ല. അത് സാർ ഇത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം ഈ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ വീടിൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം കേരളത്തിൻ്റെ ഡെപ്യൂട്ടി ആർക്കിടെക്ട് കേരള നമ്മുടെ ഗിരീഷാണ്, കൊല്ലത്തുള്ള. അദ്ദേഹം സർവീസ് കയറുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്ത വീടാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് റിസോർട്ട്സൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ ലാൻഡ്സ്കേപ്പ് വേണു സാറാണ് ഇതിൻ്റെ സംവിധാനം എല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ചേക്കുമായിരുന്നു. സാറ് വീട്, അതായത് നമ്മൾ ഇപ്പം ഭയങ്കര വലിയ VIP-കളുടെ വീടൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു 2 പേരായിരിക്കും താമസിക്കുന്നത്. പക്ഷേ സാറ് ആ ഒരു മനസ്സിനിണങ്ങുന്ന രീതിയിൽ തന്നെ സാറിന് ഇങ്ങനത്തെ ഒരു ഭയങ്കര വലിയ ഹാഷ് ബുഷ് വീട്ടിലോട്ട് പോകണമെന്നുള്ള രീതിയിലല്ലാതെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഒത്തണയാണ് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഗിരീഷ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആർക്കിടെക്റ്റിൻ്റെ ഈ ഇതിൻ്റെ ആളാണ്. അതായത് വിൻസർ കാസിലുണ്ടല്ലോ, അതുമായിട്ടൊക്കെ അതേമായിരുന്നു അതിൻ്റെ ആർക്കിടെക്ട് ഗിരീഷ്. അപ്പം അതേ ഇതിനോട് വലിയ താല്പര്യമുള്ള ആളാണ് ഈ നമ്മുടെ ഈ ടൈപ്പ് കൂര ടൈപ്പ് വീടുകളില്ലേ. ഓക്കെ, അപ്പോൾ വളരെ എന്തൊക്കെയാലും നമുക്ക് ഒരു ഭയങ്കര വലിയ, ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീട്? ഈ വീട് ഒരു 2500 സ്ക്വയർ ഫീറ്റ് വരത്തുള്ളൂ. ചിലവരൊക്കെ 10,000 7,000 സ്ക്വയർ ഫീറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ഇത്രയും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്, വെൽ ഡൺ വർക്ക് തന്നെയാണ്. എങ്ങനെയാ വേണു ബ്രോയെ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണു ഞങ്ങളുടെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമാണ്. ആ ഒരു അഭിമാന വാചനത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വേണു ഇങ്ങനെ ഒരാൾ മെഴുവേലുണ്ടെന്നുള്ള കാര്യം എനിക്ക് അത്ര അറിയത്തില്ല. എന്നാൽ വേറെ 1-2 ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോഴാണ് വേണുവാ അതിന് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം വേണു ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഇത് സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അത് പണി തീർന്ന് വരുമ്പോൾ അത്രയും രൂപ തന്നെ എനിക്ക് ഇത്ര രൂപ അധികം എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഹൈലി സ്റ്റാൻഡേർഡാണ്, അത് നമുക്ക് വിശ്വസിക്കാം. വി ക്യാൻ റിലേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നോയലിൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടുള്ളത്. അപ്പോൾ നോയൽ ഇവിടെ എന്താണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈടെക് ഇനിയിപ്പോൾ ഇന്ന് കമൻ്റ് ആയിരിക്കും ഹൈടെക് എന്ന് അല്ലേ? ഇവിടെ ഇപ്പോൾ ഓട്ടോമേഷൻ ഉള്ളത് ഇപ്പം ലൈറ്റ് അല്ലാതെ തന്നെ നമ്മുടെ ഈ വെള്ളം സ്പ്രിങ്ക്ലറുണ്ട്. സാധാരണ വീട്ടിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒന്നേ നമ്മൾ പോയി ടാപ്പ് തിരിക്കണം, മോട്ടർ ഓൺ ആക്കണം, ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് നോക്കണം. ഈ 3 ഘടകങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിലെല്ലാം ഉണ്ട്. അതായത് ടാങ്കിൽ വെള്ളം തന്നാൽ അത് നമ്മൾ അറിയേണ്ട, അപ്പോൾ നമുക്ക് അലാറം വരും. ആ സിസ്റ്റം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തത്. പിന്നെ വെള്ളത്തിൻ്റെ ഇറിഗേഷൻ ഉണ്ട്. അപ്പം ഇതൊരു സ്റ്റേഷനായിട്ട് ഇപ്പം അങ്ങോട്ട് കാണിക്കുകയാണല്ലോ, ഇത് ഫുള്ളൊരു സ്റ്റേഷൻ, ഇത്രയൊരു ഭാഗം ഒരു ഏരിയ. പിന്നെ രണ്ടാമത്തെ ഏരിയ ഇവിടെ താഴെ ചെറിയ ലോൺ സെറ്റപ്പ് ഉണ്ട്. അതല്ലാതെ പിന്നെ കൊച്ചു ചെടികൾക്കൊക്കെ ഒരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് ഇപ്പം നമ്മൾ 5:30 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 5:30 സെറ്റ് ചെയ്താൽ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ഇത്ര മിനിറ്റ്, 1 മിനിറ്റ്, താഴത്തെ സ്റ്റേഷനിൽ 2 മിനിറ്റ്, ബാക്കി ഫ്ലോ ആവും, തനിയെ ഓണാവും. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണിക്കാം ഒരു ഡെമോ. ഇപ്പോൾ കാണിക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഡെമോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോണിൽ. വെട്ടം ഇച്ചിരി കുറവുണ്ടായത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വെള്ളം വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ്. ഈ പറയുന്നത് പോലെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും അല്ലേ? തനിയെ കട്ട് ഓഫ് ആവില്ലേ? ഇവിടെ കുറച്ച് വെട്ടം കുറവുണ്ടായതുകൊണ്ട് നമുക്ക് അതായത് ഇവിടെ ആ ഒരു ഹൈറ്റിയുടെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു കോഫി കുടിക്കുന്നതും വീട്ടിൻ്റെ അകത്തിരുന്ന് കുടിക്കുന്നതും തമ്മിൽ രാവിലെ വ്യത്യാസം. തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ബേസിക്കലി നമ്മൾ കർഷകരല്ലേ, അപ്പോൾ ആ പാരമ്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ വീടുകൾ ജോലി തന്നെ ചെയ്യുമ്പോഴേ പുരയിടത്തിരുന്നായിരുന്നു ഈ രാവിലെ വൈകിട്ടൊക്കെ കോഫി കുടിക്കുന്നത്. ഇപ്പോൾ അതേ ഒരു ഫീലിങ്സ് ഇവിടെ വെളിയിലിരുന്നാലുണ്ടാവും. ഇവിടെ വന്ന നമ്മുടെ ഗസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതാണല്ലേ വേണിച്ചേട്ടാ നമ്മൾ പറഞ്ഞ മറ്റേ ഗോൾഡൻ ബാമ്പു അല്ലേ? ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഒരു വീട്ടിൽ റിവ്യൂവിൽ പോയപ്പോൾ 4 മാസമായുള്ള ചെടിയുടെ ആ ഒരു വളർച്ച കണ്ടായിരുന്നു. ഇതിനേക്കാളും ഹൈറ്റ് വയ്ക്കും അല്ലേ? അല്ല, ഇത് നമുക്ക് ഹൈറ്റ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഇത് വളർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഒന്നിപ്പിച്ചിട്ടൊരു ഗുഹ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയുള്ള ഇതിനാണ്. ഇതിനകത്ത് ഇരുന്ന് നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഒരു. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ഗാർഡൻ ബെഞ്ചുകളാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും വിശാലമായിട്ടുള്ള രീതിയിൽ പാർക്കിങ്ങും സോൻ്റെ വണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഫുള്ള് സ്റ്റോൺ ലേ ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് കണ്ടിന്യൂഷൻ അങ്ങ് വരെ കിടപ്പുണ്ട്, അങ്ങോട്ടുണ്ടല്ലേ? ഓക്കെ, ഇത് മൊത്തം നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരുന്നു? ഇത് ഏരിയ വരുന്നത് എത്ര ഉണ്ടായിരുന്നു? ഇവിടെ നല്ല 5000 സ്ക്വയർ ഫീറ്റ് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഏതൊരു സ്ക്വയർ ഫീറ്റിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റോൺ ഗലേറിയോ നമ്മുടെ കോഴഞ്ചേരി ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഒന്ന് പാൻ ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനോഹരമാണെന്ന് നോക്കേ. അതായത് നിങ്ങളുടെ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു സ്വസ്ഥത ഉണ്ടാകുന്ന
സമാധാനം കിട്ടുന്ന ഇത് കണക്കത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഊഞ്ഞാലിതാ ഇവിടെ നമ്മൾ ഊഞ്ഞാലിതോ അവിടെ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതും ഈ പറയുന്നത് പോലെ നമുക്ക് മാനസിക ഉല്ലാസവും കാര്യങ്ങളും എല്ലാം നൽകുന്നതാണ്. നമ്മൾ നിൽക്കുന്ന ഒരു മലപ്രദേശത്താണ്, മലയിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് കണ്ടില്ലേ, അതുകൊണ്ട് കുന്നും അങ്ങോട്ട് താഴോട്ട് താഴ്ചയാണ്. ശ്രദ്ധിച്ച് കാണത്തില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന മലയിലാണ്, ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ്. ഇന്ന് നമ്മൾ ഇത്രയും നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് റെഡിയാക്കി ഒരു ആംബിയൻ വേണ്ടി. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് തന്നെ കാണിച്ചാൽ ആ സൺസെറ്റ് എന്ത് മനോഹരമായിട്ട് ചില സമയത്ത് ഇങ്ങനെ നല്ല ഓറഞ്ച് നല്ല തിളങ്ങിയിരിക്കും. രാവിലെ നല്ല രസമാണ്. വയനാട് രാവിലെ നല്ല ഫോഗൊക്കെ വന്ന് വയനാട് തന്നെ അല്ലേ, നല്ല സുഖമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ അല്ലേ മോനെ? ഇത് കറക്റ്റ് മെഴുവേലിയിൽ ഒരു വയനാടുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്ത്. അപ്പോൾ എന്തൊക്കെയായാലും സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു ചെറിയൊരു ചാനലിന് വേണ്ടി സാറിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞ് നിന്ന് നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തേയും അതേപോലെ തന്നെ സാറിൻ്റെ ഒരു പിന്നെ വർക്ക് ചെയ്ത നമ്മുടെ വേണുപ്രോയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ അവിടെ ടി കെ എമ്മിൽ വരുമ്പോൾ വിളിക്കണം. നമ്മുടെ കൊല്ലത്ത് ടി കെ എം കോളേജിൽ തന്നെ നോയൽ ഏത് ഇയർ ആയി? ഞാനിപ്പോൾ തേർഡ് ഇയർ അല്ലേ? ഓക്കെ. അപ്പം അപ്പോൾ ഇടയ്ക്ക് അവിടെ വരുമ്പോൾ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എവിടെയും ലാൻഡ്സ്കേപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു അടിപൊളി കിടിലം വീഡിയോസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ വേണു ബ്രോയെ വിളിക്കുക. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങളെ മനസ്സിന് ഇഷ്ടം വേറെ ഒന്നുമല്ല. ഇത് കണക്കത്തെ വർക്കൊക്കെ ചെയ്ത് വന്നിട്ട് പല ആൾക്കാരും വീട്ടിൽ നിന്ന് അടിയിട്ട് പണങ്ങി പോകണതാണ് പതിവ്. ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ട് 1 കൊല്ലം 1.5 കൊല്ലത്തിൽ കൂടുതലായി. ഇപ്പോഴും ഇത്രയും സ്നേഹം ഇവർ നമ്മുടെ വേണു ബ്രോ എടുത്ത് കാണിക്കുന്നത് അത്രത്തോളം നല്ലൊരു സർവീസ് കൊടുത്തിട്ടാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും സാർ ഒരു ബൈ പറയാമോ നമ്മുടെ? ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ ആ ഒരു ആംബിയൻസ് ഇരുന്ന് കോഫി കുടിക്കണമെന്ന്. എൻ്റെ ആഗ്രഹം നമ്മുടെ സാറങ്ങ് സാധിച്ചു തന്നു. നമുക്കിതാ ഇത് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയത്. ഇത് നല്ല വാഴക്കാപ്പോ അല്ലേ? ഓക്കെ. നമ്മുടെ നോയലിൻ്റെ മമ്മി തന്നെയാണ് ഇതൊക്കെ നമുക്ക് കോഫി കിട്ടുന്നത്. നല്ല കോഫി കേട്ടോ മമ്മി, നല്ല കോഫി. നോയലിൻ്റെ മമ്മി ഇവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെയല്ലേ ഓർഗാനിക്? ഓക്കെ. അപ്പം ഏതാ റെഡ് ലേഡി പപ്പായ അല്ലേ? മധുരം കൂടുതലല്ലേ? പഴുത്താല് നമ്മുടെ നാടൻ ഓമയ്ക്കയുടെ കൂട്ടല്ല, അത് നല്ല സ്റ്റേബിൾ അല്ല. ഇതിപ്പോ ഒരു ഫുഡ് റിവ്യൂ കൂടെ ആയി. അതെ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു മാഡത്തിന്റെ ഒന്ന് കാണിക്കാം. മാഡം നമ്മുടെ സ്കൂൾ ഏതാണെന്ന് പറയാമോ? ഗവൺമെന്റ് മോഡൽ LPS മെഴുവേലി, ആറന്മുള സബ് ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ അവിടെ നമ്മുടെ ഇപ്പൊ തന്നെ ഈ ഒരു ഓമയ്ക്കയുടെ ഒരു പ്രചാരണം ഞങ്ങളുടെ നാട് മൊത്തം അറിയാം. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം 152 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഹാപ്പി ഡ്രിങ്ക്സും മില്ലറ്റ് ഫുഡ്സും. അപ്പോൾ ഹാപ്പി ഡ്രിങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ഓമയ്ക്ക നല്ലതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പേരൻസും കഴിച്ചതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരുന്നു. അപ്പം ഏകദേശം ഒരു 65ഓളം പിന്നെ പാനീയങ്ങൾ അവിടെ നിരന്നു. കുഞ്ഞുങ്ങളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, വിപണന മേളയുണ്ടായിരുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഓറഞ്ച്, മുസമ്പി, ചാമ്പ, പച്ചച്ചാമ്പയുണ്ട്, പച്ച നിറത്തിലുള്ള ചാമ്പയ്ക്കുണ്ട്, റെഡ് കളറിലെ സീഡ്ലെസ് ചാമ്പയ്ക്കയുണ്ട്, പേരയ്ക്ക, ഇവയെല്ലാം ഇട്ട് തയ്യാറാക്കിയ പശുവിൻ പാലിൽ തയ്യാറാക്കിയ കസ്റ്റാർഡ് പൗഡർ കുറുക്കി അതിൽ ഫ്രൂട്ട് സലാഡ് സെയിലുണ്ടായിരുന്നു. ഏകദേശം കുഞ്ഞുങ്ങൾ തന്നെ വാങ്ങി 3000 രൂപയോളം. അപ്പം സ്കൂൾ വാർഷിക ഫണ്ടിലേക്ക് കുഞ്ഞുങ്ങളുടെ ഉദാരമായ ഒരു സംഭാവനയായിട്ട് HM എന്ന രീതിയിൽ ഞങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും അത് ഏറെ ഞങ്ങളുടെ കൃഷി തോട്ടത്തിലെ ഫലങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അതിനുള്ള അവസരം ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഇത്രത്തോളം മനോഹരമാക്കി തന്ന ഞങ്ങളുടെ ടൈൽ വർക്കർ വേണുവിൻ്റെ ഒരു ശക്തമായ ഇടപെടലുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം വേണുവിനോട് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ. എന്തൊക്കെയായാലും മാഡം വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോഴേ അറിയാം സ്കൂളിലെ കുട്ടികളെല്ലാവരും വന്ന് കമന്റ് ചെയ്യണം മാഡത്തിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഇവിടെ ഒരു പഠനയാത്ര ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഫാം വിസിറ്റ്. ഓക്കെ. വളരെ നല്ലൊരു ഹെഡ് മാസ്റ്റർ ആണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗ്യമാണ് അത് ഇതാണത്തെ ഹെഡ് മാസ്റ്റർ കിട്ടുക എന്നുള്ളത്. നമ്മുടെ ഈ ഒരു പപ്പായ നല്ല സ്വീറ്റ് ആണ്. ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. നീലക്കരിമ്പ് അതിഥികൾക്കായി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കി നീലക്കരിമ്പ്. നമ്മൾ സാധാ കരിമ്പ് തന്നെയല്ലേ? അത് നമുക്ക് ലാസ്റ്റ് കഴിക്കാം. കാര്യം നമ്മൾ കോഫി കുടിച്ച് കഴിയട്ടെ. കരിമ്പ് നമുക്ക് ചൂവ് ചെയ്ത് കളയേണ്ടി വരുന്നതല്ലേ. അപ്പം ഞാൻ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണിക്കാം. എന്തൊക്കെയാലും ആഗ്രഹം സാർ സാധിച്ചു തന്നു. സാറിൻ്റെ ഗസ്റ്റിന് സാധിച്ചു കൊടുത്തതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഹൈറ്റ് എനിക്ക് തന്നു. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഈ ഒരു ആംബിയൻസ് ഫുള്ള് നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും മനസ്സിന് കുളിർമയുള്ള രീതിയിലിരുന്ന് നമുക്ക് ഈ ഒരു ഫുഡും അല്ലെന്നുണ്ടെങ്കിൽ ലഞ്ചായാലും
അപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്നത് പോലെ വെയിലായിരിക്കും. എന്നാൽ ഇവിടെ വെയിലില്ലല്ലേ, ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പം നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഉണ്ടായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണക്കത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഒരു ടേബിൾ ഇട്ട് വന്ന് ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. വേണു ബ്രോ, ഇത്രയൊന്നും കസ്റ്റമർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആണല്ലേ, ഓക്കെ. അപ്പൊ ഇതൊന്നും ഇവരൊന്നും നമ്മൾ വഴങ്ങുന്ന ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് ഇതൊന്നും പെയ്ഡ് റിവ്യൂസ് ഒന്നും അല്ല കേട്ടോ. ഇതെല്ലാം ഇവരുടെ ജെന്യൂനായിട്ട് സാറിന്റെയും മാഡത്തിന്റെയും മനസ്സിൽ തട്ടിയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റോൺ ഗാലറിയോ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് വന്ന് ചെയ്തു തരും. നമുക്ക് ഓൾറെഡി കോഴിക്കോട്, മലപ്പുറം എല്ലാം എവിടെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാമല്ലോ, ഇന്ത്യക്ക് പുറത്തായാലും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വെരി ബ്രോ. മോനെ, അപ്പോൾ ഈ ലാസ്റ്റ് മൊത്തത്തിലുള്ള ആംബിയൻസ് ഒന്നുകൂടെ ഈ ഒരു എപ്പിസോഡിൽ ചേർക്കാൻ വേണ്ടി എടുത്തു തരണം. അപ്പോൾ മാഡം വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ടീം കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി കൊല്ലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.